ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അതിന്റെ ഒപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്കും സ്വാഗതം കേട്ടോ. നമ്മൾ 2023 ഫെബ്രുവരി മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2023 ജാനുവരി മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. ഇനി ഫെബ്രുവരി, അങ്ങനെ നമ്മൾ അങ്ങോട്ട് വേഗം പോവാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം. പറ്റുന്ന രീതിയിൽ ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്ത് സെറ്റ് ആക്കാം. ആദ്യത്തെ പോയിന്റ്, നീതി ആയോഗിന്റെ സിഇഒ ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണ്? ആരാ? BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ സിഇഒ ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം. ഓക്കെ, അവിടെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ഉണ്ട്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സുമൻ ബേരി ആണ് കേട്ടോ. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബേരി. നീതി ആയോഗിന്റെ സിഇഒ ആരാണ്? BVR സുബ്രഹ്മണ്യം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന രോഗികളായവരെയും കിടപ്പിലായവരെയും സഹായിക്കാനായിട്ടുള്ള പദ്ധതി ഏതാണ്? ഏതാ? ആശ്വാസ കിരണം. ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓപ്ഷനിൽ ആശ്വാസ കിരണം ഉണ്ടാവും, ആരോഗ്യ കിരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇത് ആശ്വാസ കിരണമാണ്. അപ്പൊ ഈ ഒരു പദ്ധതി പ്രകാരം പറയുന്നത് രോഗികളൊക്കെ ശുശ്രൂഷിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഒരു സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ആശ്വാസ കിരണം. ഓക്കെ, അപ്പൊ അവർക്കൊക്കെ ഒരു ആശ്വാസമായി നോക്കുക. രോഗികളെ നോക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസമായി എന്ന് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ആശ്വാസ കിരണം. അടുത്ത പോയിന്റ്, ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21-നാണ് ലോക മാതൃഭാഷാ ദിനം കേട്ടോ. ലോക മാതൃഭാഷാ ദിനം എന്നാണ് ഫെബ്രുവരി 21. അടുത്ത പോയിന്റ് നോക്കാം. തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മ പുരസ്കാരം നേടിയത് കള്ളിക്കാടാണ് കേട്ടോ. തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മ പുരസ്കാരം നേടിയത് കള്ളിക്കാട്. ഓക്കെ, അപ്പം ഈ തൊഴിലിനൊക്കെ വേണ്ടിയിട്ട് കാടൊക്കെ ഇങ്ങനെ വെട്ടിത്തെളിച്ചു എന്നൊക്കെ ഓർക്കുക കേട്ടോ. കള്ളിക്കാടാണ്. ഓക്കെ, തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മ പുരസ്കാരം നേടിയത് കള്ളിക്കാട് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും മലിനമായിട്ടുള്ള നദി, ഇന്ത്യയിലെ ഏറ്റവും മലിനമായിട്ടുള്ള നദി ചെന്നൈ നഗരത്തിലൂടെ ഒഴുകുന്ന കൂവം നദിയാണ് കേട്ടോ. രണ്ടാം സ്ഥാനം ഗുജറാത്തിലെ സബർമതി നദി. ഓക്കെ, മുഗൾ ഗാർഡന്റെ പേരിൽ പ്രശസ്തമായിട്ടുള്ള രാഷ്ട്രപതി ഭവനത്തിലെ പൂന്തോട്ടങ്ങളുടെ പുനർനാമകരണം എന്താണ്? അമൃത് ഉദ്യാൻ. പഠിച്ചു വെച്ചേക്ക. മുഗൾ ഗാർഡന്റെ പേരിൽ പ്രശസ്തമായിട്ടുള്ള രാഷ്ട്രപതി ഭവനത്തിലെ പൂന്തോട്ടങ്ങളുടെ പുനർനാമകരണം അമൃത് ഉദ്യാനാണ് കേട്ടോ. അമൃത് ഉദ്യാൻ. അടുത്ത പോയിന്റ് നോക്കാം. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയ സെർബിയൻ പുരുഷ താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ നൊവാക് ജോക്കോവിച്ച് ആണ് കേട്ടോ. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയ സെർബിയൻ പുരുഷ താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ നൊവാക് ജോക്കോവിച്ച്. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് അല്ലെ. അപ്പൊ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഓസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഈ പുരുഷന്മാര് ഓസിനൊന്നും വാങ്ങില്ല എന്ന് ഓർക്കുക, നോ എന്ന് പറയുന്ന ഓർക്കുക കേട്ടോ. അപ്പൊ നൊവാക് ജോക്കോവിച്ച് ആണ് നോ ആയിട്ട് കണക്ട് ചെയ്യുക. ഓസിന് ഒന്നും വാങ്ങില്ല, ഓസ് നോ എന്ന് ഓർക്കുക. അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയിട്ടുള്ള സെർബിയൻ താരം പുരുഷ താരമാരാന്ന് ചോദിക്കുകയാണെങ്കിൽ നൊവാക് ജോക്കോവിച്ച്. 2023 അതേപോലെ തന്നെ 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് സിംഗിൾസ് കിരീടം നേടിയിട്ടുള്ള ബെലാറസിന്റെ വനിതാ താരമാരാന്ന് ചോദിക്കുകയാണെങ്കിൽ അരീന സബ്ലങ്ക. ആരാണ്? അരീന സബ്ലങ്ക. അപ്പോ നമുക്ക് കണക്ട് ചെയ്യാം. ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഓസ് ആയിട്ട് കണക്ട് ചെയ്യാണ്. ഓസിന് അരി വാങ്ങുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അരീന സബ്ലങ്ക. അപ്പൊ സ്ത്രീകള് അല്ലെങ്കിൽ വനിതകള് ഓസിന് അരി വാങ്ങുന്ന ഓർക്കുക. അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് സിംഗിൾസ് കിരീടം നേടിയിട്ടുള്ള ബെലാറസിന്റെ വനിത താരമാണ് അരീന സബ്ലങ്ക. പുരുഷന്മാര് നോ എന്ന് പറയും, പെണ്ണുങ്ങള് അരി വാങ്ങുന്ന ഓർക്കുക, ഓസിന് കേട്ടോ. അടുത്ത പോയിന്റ്, ഗ്രന്ഥശാലകളിൽ കമ്പ്യൂട്ടർ വൽക്കരണത്തിന് മുൻതൂക്കം നൽകുന്ന പുതിയ നയരേഖ പദ്ധതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ മുന്നേറ്റം 25 കേട്ടോ. ഗ്രന്ഥശാലകളിൽ കമ്പ്യൂട്ടർ വൽക്കരണത്തിന് മുൻതൂക്കം നൽകുന്ന പുതിയ നയരേഖ പദ്ധതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ മുന്നേറ്റം 25. 2023 ഫെബ്രുവരിയിൽ വൺ ഫാമിലി വൺ ഐഡന്റിറ്റി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏത് സംസ്ഥാന? ഉത്തർപ്രദേശ് ആണ്. 2023 ഫെബ്രുവരിയിൽ വൺ ഫാമിലി വൺ ഐഡന്റിറ്റി പോർട്ടൽ ആരംഭിച്ചുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഉത്തർപ്രദേശ്. പഠിച്ചു വെച്ചേക്കണ. വൺ ഫാമിലി വൺ ഐഡന്റിറ്റി പോർട്ടൽ ആരംഭിച്ചുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. നമുക്ക് പഠിച്ചുള്ള പോയിന്റ്സുകളൊന്ന് വേഗം റിവൈസ് ചെയ്യാം. നീതി ആയോഗിന്റെ സിഇഒ ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി BVR സുബ്രഹ്മണ്യം. വൈസ് ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ സുമൻ ബേരി. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന രോഗികളായവരെയും കിടപ്പിലായവരുടെയും സഹായികൾക്കായിട്ടുള്ള പദ്ധതി ഞാൻ ചോദിക്കുകയാണെങ്കിൽ അത് ആശ്വാസ കിരണമാണ്. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21-നാണ്. തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മ പുരസ്കാരം നേടിയത് കള്ളിക്കാടാണ്.
കള്ളിക്കാട്. ഇന്ത്യയിലെ ഏറ്റവും മലിനമായിട്ടുള്ള നദി ചെന്നൈ നഗരത്തിലൂടെ ഒഴുകുന്ന കൂവം നദിയാണ്. 2ാം സ്ഥാനം ഗുജറാത്തിലെ സബർമതി നദി. ലോകകപ്പ് ഹോക്കിയിൽ കിരീടം നേടിയിട്ട രാജ്യം ജർമ്മനിയാണ്. മുഗൾ ഗാർഡനിന്റെ പേരിൽ പ്രശസ്തമായിട്ടുള്ള രാഷ്ട്രപതി ഭവനത്തിലെ പൂന്തോട്ടങ്ങളുടെ പുനർനാമകരണം ഏതാണ്? അമൃത് ഉദ്യാനാണ് കേട്ടോ. ഏതാണ്? അമൃത് ഉദ്യാൻ. അടുത്തത് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയ സെർബിയൻ പുരുഷ താരം 2023 നൊവാക് ജോക്കോവിച്ച്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് സിംഗിൾസ് കിരീടം നേടിയിട്ടുള്ള ബെലാറസിന്റെ വനിതാ താരം ചോദിക്കുകയാണെങ്കിൽ അരീന സബ്ലങ്ക. ഗ്രന്ഥശാലകളിൽ കമ്പ്യൂട്ടർവൽക്കരണത്തിന് മുൻതൂക്കം നൽകുന്ന പുതിയ നയരേഖ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ മുന്നേറ്റം 25 2023 ഫെബ്രുവരിയിൽ വൺ ഫാമിലി വൺ ഐഡന്റിറ്റി പോർട്ടൽ ആരംഭിച്ചുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഉത്തർപ്രദേശാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരി കടത്ത് തടയാൻ പുതുതായിട്ട് ആരംഭിക്കുന്ന എക്സൈസ് സ്ക്വാഡ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ കെമു ആണ് കേട്ടോ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരി കടത്ത് തടയാൻ പുതുതായിട്ട് ആരംഭിക്കുന്ന എക്സൈസ് സ്ക്വാഡ് ആണ് കെമു. ഇപ്പൊ ജസ്റ്റ് ഓർക്കുക, അങ്ങനെയുള്ള കേമന്മാരെയൊക്കെ അല്ലെ ലഹരിയൊക്കെ കടത്തി അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് ആരംഭിക്കുന്ന എക്സൈസ് സ്ക്വാഡ് ആണ് കെമു. അങ്ങനെയുള്ള കേമന്മാരെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഓർക്കുക കേട്ടോ. കെമു ആയിട്ടൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത പോയിന്റ്, രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ടി പത്മനാഭന്റെ ഏത് വിഖ്യാത കൃതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? ഏതാ? പ്രകാശം പരത്തുന്ന പെൺകുട്ടി. രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ടി പത്മനാഭന്റെ ഏത് വിഖ്യാത കൃതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. അടുത്ത പോയിന്റ്, 2023 കേന്ദ്ര ബഡ്ജറ്റിൽ കായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതി ഖേലോ ഇന്ത്യ ആണ് കേട്ടോ. 2023 കേന്ദ്ര ബഡ്ജറ്റിൽ കായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതി ഏതാണ്? ഖേലോ ഇന്ത്യ. അടുത്ത പോയിന്റ്, 2023 ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഷെവലിയൻ ഡിയോർ നേടിയിട്ടുള്ള മലയാളി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ VR ലളിതാംബികയാണ് കേട്ടോ. VR ലളിതാംബിക. നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഷെവലിയൻ എന്നൊക്കെ പറയുമ്പോൾ ഈ ഷേവ് ചെയ്യുന്നതൊക്കെ കുറച്ച് ലളിതമായിട്ടൊക്കെ ഷേവ് ചെയ്യാൻ ഓർക്കുക കേട്ടോ. അപ്പൊ ലളിതമായിട്ട് VR ലളിതാംബിക. ഷെവലിയൻ ഡിയോർ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളി ചോദിക്കുകയാണെങ്കിൽ അത് VR ലളിതാംബിക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഗബ്രിയേൽ ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുള്ള രാജ്യം ന്യൂസിലാൻഡ് ആണ് കേട്ടോ. ഗബ്രിയേൽ ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡ്. ഓർത്തു വെച്ചേക്കുക, ന്യൂസിലാൻഡ്. ഓക്കെ, പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ അഭിനേതാവാകുന്ന ആദ്യ ചലച്ചിത്രം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ക്രിസ്റ്റിയാണ്. പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ അഭിനേതാവാകുന്ന ആദ്യ ചലച്ചിത്രം ക്രിസ്റ്റി. അതിന്റെ സംവിധാനം ആൽവിൻ ഹെൻറി ആണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പൂർണ്ണമായ പ്രതിമയാണ് തവനൂർ കാർഷിക സർവകലാശാല അങ്കണത്തിൽ അനാച്ഛാദനം ചെയ്തത്? കെ കേളപ്പന്റെയാണ്. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പൂർണ്ണമായ പ്രതിമയാണ് തവനൂർ കാർഷിക സർവകലാശാല അങ്കണത്തിൽ അനാച്ഛാദനം ചെയ്തത്? കെ കേളപ്പന്റെ. അടുത്ത പോയിന്റ്, ശമ്പളത്തോടുള്ള ആർത്തവ അവധി അനുവദിക്കുന്ന നിയമം അംഗീകരിച്ചിട്ടുള്ള ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പെയിൻ ആണ്. ശമ്പളത്തോടുള്ള ആർത്തവ അവധി അനുവദിക്കുന്ന നിയമം അംഗീകരിച്ചിട്ടുള്ള ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് സ്പെയിൻ ആണെന്നുള്ളത് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അടുത്ത പോയിന്റ്, മികച്ച ചിത്രത്തിനുള്ള ഹോളിവുഡ് അസോസിയേഷൻ പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ ചലച്ചിത്രം RRR. അപ്പൊ നമ്മൾ ഇന്നലെ ഓസ്കർ 2023 ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കോഡ്സ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ എല്ലാവരും ആ വീഡിയോ കാണാൻ മറക്കല്ലേ. ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ മികച്ച ചിത്രത്തിനുള്ള ഹോളിവുഡ് അസോസിയേഷൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചലച്ചിത്രം RRR ആണ്. 2023 സംസ്ഥാനത്തിൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്നതിനായിട്ടുള്ള നേത്ര ആരോഗ്യ പദ്ധതി ഏതാ? നേർക്കാഴ്ച അല്ലെ. എല്ലാവരുടെയും കാഴ്ച പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് നേർക്കാഴ്ച. അടുത്ത പോയിന്റ്, കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്നതിനായി കേരള മോട്ടോർ വാഹന വകുപ്പ് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ആണ് സേഫ് സ്കൂൾ ബസ്. കുട്ടികളെയൊക്കെ സേഫ് ആയിട്ട് കൊണ്ടുപോകണം അല്ലെ. അപ്പൊ സേഫ് സ്കൂൾ ബസ്, കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്നതിനായിട്ട് കേരള മോട്ടോർ വാഹന വകുപ്പ് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ഏതാണ്? സേഫ് സ്കൂൾ ബസ്. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ്സ് ഒന്ന് വേഗം നോക്കാം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരി കടത്ത് തടയാൻ പുതുതായിട്ട് ആരംഭിക്കുന്ന എക്സൈസ് സ്ക്വാഡ് ചോദിക്കുകയാണെങ്കിൽ കെമു ആണ്. രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ടി പത്മനാഭന്റെ ഏത് വിഖ്യാത കൃതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രകാശം പരത്തുന്ന പെൺകുട്ടി. 2023 കേന്ദ്ര ബഡ്ജറ്റിൽ കായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതി ഖേലോ ഇന്ത്യ ആണ്. 2023 ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഷെവലിയൻ ഡിയോർ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളി. ഷേവ് ചെയ്യുമ്പോൾ ലളിതമായിരിക്കണം. VR ലളിതാംബിക എന്നുള്ളത് ഓർക്കുക. ഗബ്രിയേൽ ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടമുണ്ടാക്കിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യം
ഏതാ? ന്യൂസിലാൻഡ് ആണ്. പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ അഭിനേതാവാകുന്ന ആദ്യ ചലച്ചിത്രം ചോദിക്കുകയാണെങ്കിൽ അത് ക്രിസ്റ്റിയാണ്. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പൂർണ്ണമായിട്ടുള്ള പ്രതിമയാണ് തവനൂർ കാർഷിക സർവകലാശാല അങ്കണത്തിൽ അനാച്ഛാദനം ചെയ്തെന്ന് ചോദിക്കുകയാണെങ്കിൽ കെ കേളപ്പന്റെയാണ് കേട്ടോ. ശമ്പളത്തോടുള്ള ആർത്തവ അവധി അനുവദിക്കുന്ന നിയമം അംഗീകരിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം സ്പെയിനാണ്. മികച്ച ചിത്രത്തിനുള്ള ഹോളിവുഡ് അസോസിയേഷൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചലച്ചിത്രം RRR. 2023 സംസ്ഥാനത്തിൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്നതിനായിട്ടുള്ള നേത്ര ആരോഗ്യ പദ്ധതിയാണ് നേർക്കാഴ്ച. കാഴ്ച പരിശോധന, നേർക്കാഴ്ച അല്ലെ. കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്നതിനായിട്ട് കേരള മോട്ടോർ വാഹന വകുപ്പ് നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് സേഫ് ആയിട്ട് കൊണ്ടുപോകുക അല്ലെ. സേഫ് സ്കൂൾ ബസ്. സേഫ് സ്കൂൾ ബസ്. അടുത്ത പോയിന്റ് നോക്കാം. ഐക്യരാഷ്ട്ര സംഘടന 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആചരിക്കുന്നതിന്റെ ഭാഗമായി ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യയുമായി ചേർന്ന് ആരംഭിക്കുന്ന ആഗോള സംരംഭം അതാണ് മില്ലറ്റ് ഇന്റർനാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ റിസർച്ച് ആൻഡ് അവയർനെസ്. ഓക്കെ, അപ്പൊ സ്പെല്ലിംഗ് നോക്കുക. MIIRA. മില്ലറ്റ് ഇന്റർനാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ റിസർച്ച് ആൻഡ് അവയർനെസ്. അപ്പോ ഐക്യരാഷ്ട്ര സംഘടന 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആചരിക്കുന്നതിന്റെ ഭാഗമായി ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യയുമായിട്ട് ചേർന്ന് ആരംഭിക്കുന്ന ആഗോള സംരംഭമാണ് MIIRA. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ആദ്യത്തെ ഭിന്നശേഷി കലോത്സവം സമ്മോഹനാണ് കേട്ടോ. സമോഹൻ. ഇന്ത്യയിൽ ആദ്യത്തെ ഭിന്നശേഷി കലോത്സവമാണ്. അപ്പൊ ഭിന്നശേഷി കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ അതിൽ ജയിക്കാൻ നല്ലൊരു മോഹമായിരിക്കും അല്ലെ. അപ്പൊ സമോഹൻ. 2023 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നിർമ്മിച്ചിട്ടുള്ള ഉപഗ്രഹം ആസാദി സാറ്റ് 2. ഓക്കെ, എല്ലാവരും പഠിക്കണം. 2023 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നിർമ്മിച്ചിട്ടുള്ള ഉപഗ്രഹം ഏതാണ്? ആസാദി സാറ്റ് 2. ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി കേട്ടോ. ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡ് ആണ്. ഗുരുവായൂരപ്പൻ ദേവസ്വത്തിന്റെ 2023 ജ്ഞാനപാന പുരസ്കാരം നേടിയിട്ടുള്ളത് വി മധുസൂദനൻ നായരാണ്. ഓക്കെ, ഗുരുവായൂരപ്പൻ ദേവസ്വത്തിന്റെ 2023 ജ്ഞാനപാന പുരസ്കാരം നേടിയിട്ടുള്ളത് വി മധുസൂദനൻ നായർ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓർത്തോളൂ, ഈ പന പോലെ നിൽക്കുന്നത് നമ്മുടെ മധു സിനിമ നടനാണെന്ന് ഓർക്കുക കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് പന പോലെയൊക്കെ നിൽക്കാന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ജ്ഞാനപാന പുരസ്കാരം 2023 കിട്ടിയിട്ടുള്ളത് വി മധുസൂദനൻ നായർക്കാണ്. 2023 ഏപ്രിലിൽ ഇന്ത്യ ചൈനയെ മറികടന്ന് ലോക ജനസംഖ്യയിൽ ഒന്നാമതെത്തുമെന്ന് വിലയിരുത്തിയിട്ടുള്ള അന്താരാഷ്ട്ര സംഘടന ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയാണ് കേട്ടോ. ഐക്യരാഷ്ട്ര സംഘടനയാണ്. 2023 ഏപ്രിലിൽ ഇന്ത്യ ചൈനയെ മറികടന്ന് ലോക ജനസംഖ്യയിൽ ഒന്നാമതെത്തുമെന്ന് വിലയിരുത്തിയിട്ടുള്ള അന്താരാഷ്ട്ര സംഘടന ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയാണ്. അടുത്ത പോയിന്റ്, 2023 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയിട്ടുള്ള രാജ്യം ഫിൻലാൻഡ്. ഓക്കെ, 2023 വേൾഡ് ഹാപ്പിനെസ്. അപ്പൊ നമ്മൾ ഹാപ്പി എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഹാപ്പി ആണ്, ഫൈൻ ആണെന്നൊക്കെ ആലോചിക്കാമല്ലോ അല്ലെ. ഐ ആം ഫൈൻ എന്നൊക്കെ ആലോചിക്കാം. അങ്ങനെ ഫൈൻ പോലെ ഫിൻ കേട്ടോ, ഫിൻലാൻഡ്. 2023 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയിട്ടുള്ള രാജ്യം അത് ഫിൻലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 136 ആണ് കേട്ടോ. എല്ലാവരും പഠിച്ചു വെച്ചേക്കുക. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 136. അടുത്ത പോയിന്റ് നോക്കാം. നാഷണൽ ജോഗ്രഫി മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഫോട്ടോ ഏതാണ്? പരുന്തുകളുടെ നൃത്തമാണ്. നാഷണൽ ജോഗ്രഫി മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഫോട്ടോ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പരുന്തുകളുടെ നൃത്തം. അപ്പം പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ സാധാരണ ഒരു ഫോട്ടോ ഒന്നും പോരാ, വെറുതെ പരുന്തിന്റെ ഫോട്ടോ ഒന്നും എടുത്തിട്ട് കാര്യമില്ല. പരുന്തുകളുടെ നൃത്തം തന്നെ വേണമെന്ന് ഓർക്കുക കേട്ടോ. ജസ്റ്റ് കണക്ട് ചെയ്യുക, പരുന്തുകളുടെ നൃത്തം. ഓക്കെ, ഫോട്ടോഗ്രാഫർ കാർത്തിക് സുബ്രഹ്മണ്യമാണ്. അപ്പൊ കാത്തിരുന്നിട്ടാണ് അവസാനം പരുന്തുകൾക്ക് നൃത്തം ചെയ്യണതായിട്ടൊക്കെ കണ്ടതായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. നാഷണൽ ജോഗ്രഫി മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഫോട്ടോ പരുന്തുകളുടെ നൃത്തം, ഫോട്ടോഗ്രാഫർ കാർത്തിക് സുബ്രഹ്മണ്യം. അടുത്ത പോയിന്റ് നോക്കാം. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ സംഘടിപ്പിക്കപ്പെട്ട സംസ്ഥാന ക്ഷീര സംഗമത്തിന് നൽകിയിരിക്കുന്ന പേര് പടവാണ്. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ സംഘടിപ്പിക്കപ്പെടുന്ന സംസ്ഥാന ക്ഷീര സംഗമത്തിന് നൽകിയിരിക്കുന്ന പേര് പടവ്. 2023 സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ, സെമി ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം സൗദി അറേബ്യ. 2023 സന്തോഷ് ട്രോഫി ഫൈനൽ, സെമി ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. 2023 സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ, സെമി ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം സൗദി അറേബ്യ. 65 വർഷത്തെ ഗ്രാമി പുരസ്കാര ചരിത്രത്തിൽ 35 പുരസ്കാരങ്ങൾ നേടുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ
ബിയോൺസെ ആണ്. 65 വർഷത്തെ ഗ്രാമി പുരസ്കാര ചരിത്രത്തിൽ 35 പുരസ്കാരങ്ങൾ നേടുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി ബിയോൺസെ. നമ്മൾ പറയില്ലേ ഒരുപാട് കിട്ടി, ബിയോണ്ട് എന്നൊക്കെ പറയില്ലേ, ബിയോണ്ട്, അങ്ങനെ ഓർക്കുക കേട്ടോ. 65 വർഷത്തെ ഗ്രാമി പുരസ്കാരം ചരിത്രത്തിൽ 35 പുരസ്കാരങ്ങൾ നേടുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി ബിയോൺസെ. ബിയോൺസെ. വിജയനഗരം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സൽമാൻ റുഷ്ദിയാണ്. വിജയനഗരം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സൽമാൻ റുഷ്ദി. അപ്പൊ നമ്മുടെ സൽമാൻ ഖാൻ ഒക്കെ വിജയിച്ചു എന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. സൽമാൻ റുഷ്ദിയാണ് കേട്ടോ, മാറിപ്പോലെ. വിജയനഗരം വിക്ടറി സിറ്റി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സൽമാൻ റുഷ്ദിയാണ്. പോയിന്റ്സുകൾ നമുക്കൊന്ന് വേഗം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് സ്പീഡിൽ നോക്കാം. ഐക്യരാഷ്ട്ര സംഘടന 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആചരിക്കുന്നതിന്റെ ഭാഗമായി ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യയുമായിട്ട് ചേർന്ന് ആരംഭിക്കുന്ന ആഗോള സംരംഭം മില്ലറ്റ് ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ റിസർച്ച് ആൻഡ് അവയർനെസ് MIIRA ഇന്ത്യയിൽ ആദ്യത്തെ ഭിന്നശേഷി കലോത്സവ സമൂഹനാണ്. 2023 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ചുള്ള ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നിർമ്മിച്ചുള്ള ഉപഗ്രഹം ആസാദി സാറ്റ് 2. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. ഗുരുവായൂരപ്പൻ ദേവസ്ഥന്റെ 2023 ജ്ഞാനപാന പുരസ്കാരം നേടിയത് വി മധുസൂദനൻ നായർ. പന പോലെ മധു നിൽക്കണം എന്നൊക്കെ ഓർക്കട്ടോ. വി മധുസൂദനൻ നായർ. 2023 ഏപ്രിൽ ഇന്ത്യ ചൈനയെ മറികടന്ന് ലോക ജനസംഖ്യയിൽ ഒന്നാമതെത്തുമെന്ന് വിലയിരുത്തിയിട്ടുള്ള അന്താരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടന. 2023 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയിട്ടുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. ഓക്കെ, ഇന്ത്യയുടെ സ്ഥാനം 136 കേട്ടോ. ഹാപ്പിനെസ് ഇൻഡെക്സിൽ 2023 ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 136, ഒന്നാം സ്ഥാനം ഫിൻലാൻഡ്. നാഷണൽ ജോഗ്രഫി മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിട്ടുള്ള ഫോട്ടോ പരുന്തുകളുടെ നൃത്തം, ഫോട്ടോഗ്രാഫർ കാർത്തിക് സുബ്രഹ്മണ്യം. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ സംഘടിപ്പിക്കപ്പെടുന്ന സംസ്ഥാന ക്ഷീര സംഗമത്തിന് നൽകിയിരിക്കുന്ന പേര് പടവാണ്. 2023 സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ സെമിഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം സൗദി അറേബ്യ. സന്തോഷ് ട്രോഫി സൗദി കേട്ടോ, രണ്ടും എസ് വെച്ചിട്ട് തന്നെ. 65 വർഷത്തെ ഗ്രാമി പുരസ്കാരത്തിന് 65 വർഷത്തെ ഗ്രാമി പുരസ്കാര ചരിത്രത്തിൽ 35 പുരസ്കാരങ്ങൾ നേടുന്ന ലോകത്തിലെ ആദ്യ വ്യക്തിയാണ് ബിയോൺസെ. വിജയനഗരം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സൽമാൻ റുഷ്ദി. വിജയനഗരം സൽമാൻ റുഷ്ദി. അടുത്ത പോയിന്റ്, ലോകത്ത് ആദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലാൻഡ് ആണ്. ലോകത്ത് ആദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലാൻഡ്. അപ്പൊ ഡ്രൈവർ ഒന്നുമില്ല, പകരം ഡ്രൈവറിന്റെ ഏതെങ്കിലും കോട്ടൊക്കെ അവിടെ വെച്ചിട്ട് പോയി നോക്കുക കേട്ടോ. കോട്ട്. അപ്പൊ സ്കോട്ട്ലാൻഡ് ആണ്. ലോകത്ത് ആദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലാൻഡ്. കിടപ്പ് രോഗികൾക്ക് സൗജന്യ റേഷൻ വീട്ടിലെത്തിക്കാൻ ഭക്ഷ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഒപ്പം. കിടപ്പ് രോഗികൾക്ക് സൗജന്യ റേഷൻ വീട്ടിലെത്തിക്കാൻ. അപ്പൊ കിടപ്പ് രോഗികളാണ്, അവരുടെ ഒപ്പം തന്നെ ആരെങ്കിലും നിൽക്കണം അല്ലെ. ഒപ്പം കിടപ്പ് രോഗികൾക്ക് സൗജന്യ റേഷൻ വീട്ടിലെത്തിക്കാൻ ഭക്ഷ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഒപ്പം. തൃശ്ശൂരിലാണ് ഇത് തുടക്കം കേട്ടോ. പിന്നെ കുടുംബശ്രീ മിഷന്റെ 25ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അയൽക്കൂട്ട സംഗമം ചുവടാണ്. കുടുംബശ്രീ മിഷന്റെ 25ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അയൽക്കൂട്ട സംഗമമാണ് ചുവട്. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പെഗ്ഗി മോഹനാണ് കേട്ടോ. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? പെഗ്ഗി മോഹൻ. പെഗ്ഗി മോഹൻ. അടുത്ത പോയിന്റ്, 36ാമത്തെ സൂരജ് കുണ്ട് അന്താരാഷ്ട്ര കരകൗശല മേള നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. 36ാമത്തെ സൂരജ് കുണ്ട് അന്താരാഷ്ട്ര കരകൗശല മേള നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഹരിയാനയാണ്. അടുത്ത പോയിന്റ് നോക്കാം. പുസ്തക രൂപത്തിലുള്ള 2023 കേരള ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ മുഖചിത്രമായിട്ടുള്ള ശില്പം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബേർഡ് ഇൻ സ്പേസ് ആണ് കേട്ടോ. ഏതാണ്? ബേർഡ് ഇൻ സ്പേസ്. പഠിച്ചു വെച്ചേക്കാം. പുസ്തക രൂപത്തിലുള്ള 2023 കേരള ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ മുഖചിത്രമായിട്ടുള്ള ശില്പം ബേർഡ് ഇൻ സ്പേസ്. കുട്ടികളുടെ ക്ഷേമത്തിനായിട്ട് ഡൽഹി ശിശു സംരക്ഷണ സമിതി പുറത്തിറക്കിയിട്ടുള്ള വാട്സാപ്പ് ചാറ്റ് ബോട്ട് ബാലമിത്ര. ഓക്കെ, കുട്ടികളുടെ ക്ഷേമത്തിനായിട്ട് ഡൽഹി ശിശു സംരക്ഷണ സമിതി പുറത്തിറക്കിയിട്ടുള്ള വാട്സാപ്പ് ചാറ്റ് ബോട്ട് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ കുട്ടികളാണ്, ബാലന്മാരാണ് അല്ലെ. ബാലമിത്ര, അവർക്കൊരു മിത്രം പോലെ എന്നൊക്കെ ഓർക്കുക കേട്ടോ. ബാലമിത്ര. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ മികച്ച രചനകൾ പുസ്തക രൂപത്തിലാക്കി സമഗ്ര ശിക്ഷ കേരളം പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണമാണ് എഴുത്തുവച്ച. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ മികച്ച രചനകൾ പുസ്തക രൂപത്തിലാക്കി സമഗ്ര ശിക്ഷ കേരളം പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എഴുത്തുവച്ചയാണ് കേട്ടോ. ഏതാണ്? എഴുത്തുവച്ച. ഓക്കെ, അപ്പൊ തൽക്കാലം നമ്മുടെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്.
അപ്പൊ ഫെബ്രുവരി മാസത്തിലത്തെ ഫസ്റ്റ് വീഡിയോ ആണത്. ഒരു വീഡിയോയും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. അത് നമ്മൾ PSC ബുള്ളറ്റിനെ ബേസ് ചെയ്തിട്ടും ഡെയിലി കറണ്ട് അഫയർ സെഷനും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്.